ഹലോ ഗായ്സ്, ഇനി അടുത്ത് നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് സൈൻസ് ആൻഡ് സിംറ്റംസ്. ചെസ്റ്റ് പെയിൻ, ഡിസ്നിയ അതായത് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, പിന്നെ ഹെഡ് ഏക്ക്, പിന്നെ ജോ പെയിൻ, പിന്നെ നമ്മുടെ അപ്പർ അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, പിന്നെ നമ്മുടെ കയ്യിലും അപ്പർ ബാക്കിലും ഒക്കെ പെയിൻ വരിക, ആൻസൈറ്റി, പേടി ഒക്കെ വരിക, ഹാർട്ട് റേറ്റ്, BP കൂടുക, അതേപോലെ നോസിയ, വോമിറ്റിംഗ്, ഇതൊക്കെയാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് വരുന്നത്. നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ആസ് ഓൾവേസ് എപ്പോഴും ഹിസ്റ്ററി കളക്ഷൻ എഴുതുക, ഫിസിക്കൽ എക്സാമിനേഷൻ. ദെൻ ഹിസ്റ്ററി കളക്ഷനകത്ത് എന്തൊക്കെയാണ് പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടോ, എന്തെങ്കിലും ഹാർട്ട് ഡിസീസസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ECG എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂ വേവിന് എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ എസ് ടി വേവിന് എന്തെങ്കിലും എലവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനാണ്. എക്കോ കാർഡിയോഗ്രാഫി, പിന്നെ ചെസ്റ്റ്, കൊറോണറി ആൻജിയോഗ്രഫി, ബ്ലഡ് ടെസ്റ്റ്, CT, MRI, ഇതെല്ലാം ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ കൂട്ടാനുള്ളതാണ്. പിന്നെ വരുന്നത് മാനേജ്മെന്റിനകത്ത് തന്നെ മെഡിക്കൽ മാനേജ്മെന്റ് വരും, സർജിക്കൽ മാനേജ്മെന്റ് വരും, കോംപ്ലിക്കേഷൻസ് വരും, പിന്നെ നഴ്സിംഗ് മാനേജ്മെന്റും അതിന്റെ കൂട്ടത്ത് വരുന്നതാണ്. മെഡിക്കൽ മാനേജ്മെന്റിനകത്ത് ബീറ്റ ബ്ലോക്കേഴ്സ്, ആന്റി കോയാഗുലൻസ്, ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ്, വാസോഡൈലേറ്റേഴ്സ്, അനാൽജസിക്സ്, ആന്റി പ്ലേറ്റ്ലെറ്റ് ഏജൻസ്, ആന്റി അൾസർ ഡ്രഗ്സ്, ഇതൊക്കെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സർജിക്കൽ മാനേജ്മെന്റ് വരുമ്പോഴത്തേക്കും കൊറോണറി ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെന്റ്, CABG എന്ന് പറയുമ്പോൾ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ഗ്രാഫ്റ്റിംഗ്. നെക്സ്റ്റ് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് നഴ്സിംഗ് മാനേജ്മെന്റ്. അതിനകത്ത് നമ്മൾ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുക, പിന്നെ അതേപോലെ അഡ്മിനിസ്റ്റർ ചെയ്യുക, മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് നഴ്സിംഗ് നമ്മൾ നഴ്സായിട്ട് എന്തൊക്കെ ചെയ്യും അതുള്ളത് എഴുതുക. പിന്നെ നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതണം. അതിനകത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കി പഠിക്കണം. പിന്നെ നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ 5 എണ്ണമെങ്കിലും മിനിമം എഴുതണം. പിന്നെ ബോക്സ് വരച്ച് എഴുതേണ്ടത്, എക്സാമിനൊക്കെ ബോക്സ് വരച്ച് എഴുതണം. അത് മിനിമം ഒരു 3 എണ്ണമെങ്കിലും നിങ്ങൾ വരച്ച് എഴുതണം. നെക്സ്റ്റ് വൺ കോംപ്ലിക്കേഷൻസ്. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത് നോക്കാം. സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാവാം, ഹാർട്ട് ഫെയിലിയർ, അതേപോലെ അരിത്മിയാസ്, കാർഡിയോജനിക് ഷോക്ക്, ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്. അരിത്മിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റോ ഹാർട്ട് റിതമോ ഒക്കെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുന്ന, അല്ലെങ്കിൽ ECGയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഇതിൽ വരുന്നതിനെയാണ് നമ്മൾ അരിത്മിയാസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ MI കണ്ടീഷൻ തീർന്നു. ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാലും മതി, ഞാനത് പ്രൊവൈഡ് ചെയ്യാം. സോ ദിസ് കണ്ടീഷൻ ഈസ് ഓവർ. അത് കഴിഞ്ഞു, MI കഴിഞ്ഞു. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാഷേ.